നമസ്കാരം. ജാതക കഥകളിലെ 68ാമത്തെ കഥ ആനയുടെ നന്ദി. ബ്രഹ്മദത്തൻ വാരണാസി ഭരിക്കുന്ന കാലം. അവിടെ മരപ്പണിക്കാരുടെ ഗ്രാമത്തിൽ 500-ലേറെ ആശാരിമാരുണ്ട്. അവർ കാട്ടിൽ പോയി തടികൾ മുറിച്ച് പണിഞ്ഞ് ഉരുപ്പടികളാക്കും. അവ അടയാളമിട്ട് കൂട്ടിക്കെട്ടി നദിയിലൂടെ ഒഴുക്കി നാട്ടിലെത്തിച്ച് ആവശ്യക്കാർക്ക് കൊടുക്കും. അതിൻ്റെ കൂലി കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പണിക്കായി കാട്ടിലേക്ക് പോകും. അതാണ് പതിവ്. ഒരിക്കൽ അവരുടെ പണിയിടത്തിനടുത്തുകൂടി വന്ന ഒരു ആന തടി വെട്ടിയതിൻ്റെ കുറ്റിയിൽ ചവിട്ടി. കുറ്റിയിലെ മൂർച്ചയുള്ള ഒരു ചീള് ആനയുടെ കാൽപ്പടത്തിൽ തുളഞ്ഞു കയറി. അത് അവിടെ ഇരുന്ന് പഴുത്തു. ആനയ്ക്ക് വേദന സഹിക്കാൻ കഴിയാതായി. 3 കാലിൽ ഞൊണ്ടി ആന ആശാരിമാർ പണിയുന്നതിനടുത്തെത്തി. അവരെ മുറിവ് പറ്റിയ കാല് ഉയർത്തി കാണിച്ചു. അവർ ആനയുടെ കാൽപ്പടത്തിലെ ചീള് ഉളി കൊണ്ട് എടുത്തു കളഞ്ഞു. മുറിവിൽ ചില പച്ചിലകൾ അരച്ചു തേച്ചു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ആനയുടെ കാല് സുഖപ്പെട്ടു. അപ്പോൾ ആന വിചാരിച്ചു, ഈ ആശാരിമാരാണ് എന്നെ രക്ഷിച്ചത്. അതുകൊണ്ട് അവരെ സഹായിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്. അന്നു മുതൽ ആന ആശാരിമാരെ സഹായിക്കാൻ തുടങ്ങി. കാട്ടിൽ മുറിച്ചിടുന്ന തടികൾ അവൻ വലിച്ച് പണിസ്ഥലത്തെത്തിക്കും. വലിയ തടികൾ അവർക്ക് പണിയാൻ പാകത്തിൽ തിരിച്ചും മറിച്ചും ഇട്ടുകൊടുക്കും. ആശാരിമാരാകട്ടെ അവരുടെ ഭക്ഷണത്തിൻ്റെ ഓരോ പങ്ക് ആനയ്ക്ക് കൊടുക്കും. ആനയ്ക്കൊരു മകനുണ്ടായിരുന്നു, മിടുക്കനായ ഒരു കുട്ടിയാന. ഒരു ദിവസം ആന തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ടാണ് ആശാരിമാരുടെ അടുത്തെത്തിയത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളാണ് എൻ്റെ ജീവിതം രക്ഷിച്ചത്. എനിക്കാണെങ്കിൽ പ്രായമായി വരികയാണ്. അതുകൊണ്ട് ഇനി ഇവൻ നിങ്ങളെ സഹായിക്കും. അതിൽ പിന്നെ കുട്ടിയാന ആശാരിമാരെ സഹായിക്കാൻ തുടങ്ങി. ആശാരിമാർ അവന് ആഹാരവും കൊടുത്തു. അങ്ങനെ അവൻ വളർന്ന് ഒത്ത ആനയായി തീർന്നു. പണി കഴിഞ്ഞാൽ അവൻ നദിയിലിറങ്ങി കുളിക്കും. വെള്ളത്തിലും കരയ്ക്കും ആശാരിമാരുടെ കുട്ടികൾ അവനോടൊപ്പം കുളിക്കാൻ കൂടും. അവർ അവൻ്റെ തുമ്പിക്കൈയിലും വാലിലുമൊക്കെ പിടിച്ചു വലിക്കും. ശല്യപ്പെടുത്തുന്ന വിധം കുസൃതി കാണിക്കും. എന്നാലും അവൻ ആ കുട്ടികളെ ഒന്നും ചെയ്യുകയില്ല. കുലീന മൃഗങ്ങൾ ഒരിക്കലും വെള്ളത്തിൽ മലമൂത്ര വിസർജനം ചെയ്യുകയില്ല. ഈ ആനയും അങ്ങനെയായിരുന്നു. അതിന് സമയമായാൽ അവൻ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് കയറും. ഒരു ദിവസം വലിയ മഴ പെയ്തു. നദിയിൽ വെള്ളം പെരുകി. നദിക്കരയിൽ ഉണങ്ങിക്കിടന്നിരുന്ന അവൻ്റെ ഒരു പിണ്ഡം വെള്ളത്തിൽ ഒഴുകി താഴേക്ക് പോയി. അത് വാരണാസി നഗരത്തിനടുത്തുള്ള കടവിലെത്തി ഒരു കുറ്റിച്ചെടിയിൽ തങ്ങിയിരുന്നു. ആ കടവിലാണ് രാജാവിൻ്റെ ആനകൾ കുളിപ്പാൻ വന്നുകൊണ്ടിരുന്നത്. കാട്ടിൽ നിന്നുള്ള ശ്രേഷ്ഠനായ ഒരു ആനയുടെ പിണ്ഡത്തിൻ്റെ ഗന്ധമനുഭവപ്പെട്ടതോടെ ആനകൾ വെള്ളത്തിലിറങ്ങാതെ വാലും പൊക്കിക്കൊണ്ട് ഓടി. അത് കണ്ട ആനക്കാർ നദിക്കരയിലെല്ലാം ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ ഒരു കുറ്റിച്ചെടിയിൽ തങ്ങിയിരുന്ന ആനപ്പിണ്ഡം കണ്ടു. ആനക്കാർ പെട്ടെന്ന് വലിയൊരു ഭരണി കൊണ്ടുവന്ന് അതിൽ വെള്ളം നിറച്ചു. ആ ആനപ്പിണ്ഡം പൊടിച്ച് അതിലിട്ടു. എന്നിട്ട് ആ വെള്ളം ആനകളുടെ പുറത്ത് തളിച്ചു. ഉടനെ ആനകളെല്ലാം നദിയിലിറങ്ങി. ആനക്കാർ അവയെ കുളിപ്പിച്ചു കയറ്റി. അവർ കൊട്ടാരത്തിൽ ചെന്ന് ഈ കാര്യമെല്ലാം രാജാവിനെ അറിയിച്ചു. എന്നിട്ട് കാട്ടിൽ നിന്ന് ആ ശ്രേഷ്ഠനായ ആനയെ രാജാവ് സ്വന്തമാക്കണമെന്ന് അവർ അപേക്ഷിച്ചു. രാജാവ് ഉടൻ തന്നെ ഒരു ചങ്ങാടം വരുത്തി. കുറേ പരിചാരകരെയും കൂട്ടി അതിൽ കയറി നദിയിലൂടെ കാട്ടിലേക്ക് പോയി. രാജാവിൻ്റെ വരവറിയിക്കുന്ന പെരുമ്പറയുടെ ശബ്ദം കേട്ട് വെള്ളത്തിൽ കിടന്ന ആന കരയ്ക്ക് കയറി. ആശാരിമാരുടെ അടുത്തേക്ക് ചെന്നു. അവരെല്ലാം അപ്പോഴേക്കും രാജാവിൻ്റെ മുന്നിലെത്തിയിരുന്നു. ആനയും അവിടേക്ക് ചെന്നു. ലക്ഷണമൊത്ത ആ ആനയെ കണ്ടപ്പോൾ തന്നെ താൻ തേടി വന്നത് ഇവനെയാണെന്ന് രാജാവിന് മനസ്സിലായി. അപ്പോഴേക്കും മൂത്താശാരി വണങ്ങിക്കൊണ്ട് രാജാവിനോട് ചോദിച്ചു, പ്രഭോ, തടിപ്പണി വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അറിയിച്ചാൽ മതിയായിരുന്നല്ലോ, ഞങ്ങൾ അങ്ങ് എത്തുമായിരുന്നല്ലോ. അത് കേട്ടപ്പോൾ രാജാവ് പറഞ്ഞു, കൂട്ടരെ, ഞാൻ തടിയുടെ കാര്യത്തിനല്ല വന്നത്. ഇതാ ഈ ആനയ്ക്ക് വേണ്ടിയാണ്. പ്രഭോ, അതിന് ഞങ്ങളോട് ചോദിക്കുന്നത് എന്തിനാണ്? അത് അങ്ങേക്കുള്ളതാണ്, മൂത്താശാരി പറഞ്ഞു. പക്ഷേ ആന രാജാവിനോടൊപ്പം പോകാൻ കൂട്ടാക്കിയില്ല. അത് കണ്ട രാജാവ് ആനയോട് ചോദിച്ചു, നീ എന്താണ് വരാൻ മടിക്കുന്നത്? എന്ത് വേണം, പറയൂ. പ്രഭോ, ഈ ആശാരിമാർ അവരുടെ ആഹാരത്തിൻ്റെ പങ്ക് തന്നാണ് എന്നെ വളർത്തിയത്. അവർക്കെന്തെങ്കിലും പ്രതിഫലം കൊടുത്താലേ ഞാൻ വരൂ, ആന പറഞ്ഞു. രാജാവ് ആനയുടെ കൊമ്പ്, തുമ്പിക്കൈ, വാല്, കാലുകൾ ഇവയ്ക്കെല്ലാം 1000 പൊൻപണം വീതം കണക്കാക്കി ആശാരിമാർക്ക് നൽകി. എന്നിട്ടും ആനയ്ക്ക് സമ്മതമായില്ല.
അപ്പോൾ ആശാരിമാർക്കും അവരുടെ ഭാര്യമാർക്കും മക്കൾക്കുമെല്ലാം രാജാവ് വസ്ത്രങ്ങൾ നൽകി. അങ്ങനെ ആശാരിമാരെ ശരിയായി തൃപ്തിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആന രാജാവിനോടൊപ്പം നാട്ടിലേക്ക് പോയി. ആനയെ സ്വീകരിക്കാൻ രാജധാനി ആകെ അലങ്കരിച്ചിരുന്നു. ഘോഷയാത്രയോടെയാണ് ആനയെ അവിടേക്ക് സ്വീകരിച്ചത്. പിന്നെ പ്രത്യേകമായി നിർമ്മിച്ച ആനപ്പന്തിയിലേക്ക് അവനെ കൊണ്ടുപോയി. ആ ആനയെ രാജാവ് ആത്മസുഹൃത്തായി കരുതി. അവനെ തൻ്റെ സവാരിക്ക് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അവൻ്റെ എല്ലാ കാര്യത്തിലും രാജാവ് ശ്രദ്ധ വെച്ചു. അങ്ങനെ ആനയ്ക്കും രാജാവിനോട് വലിയ സ്നേഹമായി. ആനയെ കിട്ടിയതോടെ രാജാവിൻ്റെ ഭാഗ്യം തെളിഞ്ഞു. അയൽരാജ്യങ്ങൾ പലതും അദ്ദേഹം വെട്ടിപ്പിടിച്ചു. അദ്ദേഹം ചക്രവർത്തിയായി. അതിനിടെ റാണി ഗർഭിണിയായി. ബോധിസത്വനാണ് റാണിയുടെ ഗർഭത്തിൽ ശിശുവായി വന്നു പിറന്നത്. എന്നാൽ റാണി പ്രസവിക്കുന്നതിന് ഏതാനും നാൾ മുമ്പ് അപ്രതീക്ഷിതമായി രാജാവ് മരിച്ചു. അത് ആരും ആനയെ അറിയിച്ചില്ല. അറിഞ്ഞാൽ അവനും ഹൃദയം പൊട്ടി മരിക്കും എന്ന് പേടിച്ചാണ് അറിയിക്കാതിരുന്നത്. രാജാവ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ കോസല രാജാവ് വലിയൊരു സേനയുമായി വാരാണസി പിടിച്ചടക്കാൻ എത്തി. പെട്ടെന്ന് മന്ത്രിമാർ കൂടിയാലോചിച്ച് നഗരവാതിലുകൾ അടയ്ക്കാൻ നിർദ്ദേശിച്ചു. എന്നിട്ട് കോസല രാജാവിനൊരു സന്ദേശം കൊടുത്തയച്ചു. ഇതായിരുന്നു ആ സന്ദേശം: ഞങ്ങളുടെ റാണിയുടെ പ്രസവ സമയം അടുത്തിരിക്കുന്നു. 7 ദിവസത്തിനുള്ളിൽ റാണി ഒരു പുത്രനെ പ്രസവിക്കുമെന്ന് ജ്യോത്സ്യന്മാരുടെ പ്രവചനം. അത് ഫലിച്ചാൽ ഞങ്ങൾ കീഴടങ്ങുകയില്ല. അതിൻ്റെ 7-ാം നാൾ ഞങ്ങൾ യുദ്ധത്തിനൊരുങ്ങും. അതുവരെ കാത്തിരിക്കുക. കോസല രാജാവ് അത് സമ്മതിച്ചു. പ്രതീക്ഷിച്ചതുപോലെ റാണി ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. അതിൻ്റെ 7-ാം നാൾ പടയാളികൾ യുദ്ധത്തിനൊരുങ്ങി. പക്ഷേ നായകനില്ലാതെ അവർ പതറി. മഹാരാജാവിൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആനയെ അറിയിച്ചിട്ടില്ല. കുമാരൻ പിറന്നതും കോസല രാജാവ് യുദ്ധത്തിനെത്തുന്നതും ആനയ്ക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഭടന്മാർ നായകനില്ലാതെ പതറുകയാണ്. ആനയെ കണ്ട് ആ വിവരമെല്ലാം അറിയിച്ചാൽ അവൻ നമ്മെ രക്ഷിക്കുമെന്നാണ് തോന്നുന്നത്. ഉടനെ റാണി ആനയെ കാണാനൊരുങ്ങി. കുഞ്ഞിനെ പട്ടിൽ പൊതിഞ്ഞെടുത്തുകൊണ്ടാണ് പരിവാരങ്ങളോടുകൂടി റാണി ആനപ്പന്തിയിലേക്ക് പോയത്. റാണി കുഞ്ഞിനെ ആനയുടെ മുമ്പിൽ കിടത്തി. എന്നിട്ട് പറഞ്ഞു: ഹേ ഗജശ്രേഷ്ഠ, അങ്ങയുടെ സുഹൃത്ത് മഹാരാജാവ് മരിച്ചുപോയി. ഈ വാർത്ത അറിഞ്ഞാൽ അങ്ങ് ഹൃദയം പൊട്ടി മരിച്ചു പോകും എന്ന് പേടിച്ചാണ് ഞങ്ങൾ പറയാതിരുന്നത്. റാണി തുടർന്നു: ഈ ശിശു മഹാരാജാവിൻ്റെ മകനാണ്. കോസല രാജാവ് ഈ കുഞ്ഞിനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ ഭടന്മാരെല്ലാം നായകനില്ലാതെ പതറിപ്പോയിരിക്കുന്നു. അങ്ങ് ഒന്നുകിൽ ഈ രാജ്യത്തെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഈ കുഞ്ഞിനെ കൊല്ലണം. റാണിയുടെ വാക്കുകൾ കേട്ട ആന കുഞ്ഞിനെ തുമ്പിക്കൈ കൊണ്ട് കോരിയെടുത്തു. വാത്സല്യത്തിൻ്റെതായ ഒരു ഒച്ച പുറപ്പെടുവിച്ചിട്ട് കുഞ്ഞിനെ റാണിയെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു: കോസല രാജാവിനെ തുരത്തുന്നത് ഞാൻ ഏറ്റു. അത് കേട്ട പാടെ പടയാളികൾ ആനയെ പടച്ചട്ടയണിയിച്ചു. പൂട്ടിയിട്ടിരുന്ന നഗരവാതിലുകൾ തുറന്നു. ആനയുടെ പുറകെ കോട്ട കടന്ന ഭടന്മാരും പ്രജകളും പുറത്തേക്കിറങ്ങി. പെരുമ്പറ മുഴങ്ങി. ക്രൂദ്ധനായ ആനയുടെ വരവ് കണ്ട് ശത്രുസൈന്യം പേടിച്ചോടി. മുന്നോട്ടു കുതിച്ച ആന കോസല രാജാവിനെ മുടിയിൽ പിടിച്ചിഴച്ച് കൊട്ടാരത്തിലെത്തിച്ചു. ശിശുവായ രാജകുമാരൻ്റെ മുന്നിലേക്ക് ആ രാജാവിനെ വലിച്ചിട്ടു. പെട്ടെന്ന് ഭടന്മാരിലാരോ രാജാവിൻ്റെ നേരെ വാളോങ്ങി. പക്ഷേ ആന വിലക്കി. അവൻ രാജാവിനെ വിട്ടയച്ചുകൊണ്ട് പറഞ്ഞു: രാജാവേ, ഇനിയെങ്കിലും ഓർത്തോളൂ, ഞങ്ങളുടെ ഈ കൊച്ചുകുമാരനെ ശല്യപ്പെടുത്തിയാൽ. കോസല രാജാവ് ജീവനും കൊണ്ട് കടന്നു. 7 വയസ്സായപ്പോൾ ബോധിസത്വനെ രാജാവായി അഭിഷേകം ചെയ്തു. ഭാരതം മുഴുവൻ അവൻ്റെ ക്ഷേമപൂർണമായ ഭരണത്തിലായി. നന്ദി.